അസ്സലാമലൈക്കും. വലൈക്കും അസ്സലാം. ഇന്ന് നിനക്ക് ക്ലാസ് ഇല്ലേ? ഇല്ല അങ്കിൾ, ഇന്ന് ഞങ്ങൾക്ക് അവധിയാണ്. അങ്കിൾ എന്നൊരു കഥ പറഞ്ഞു തരാമോ? കഥ കേൾക്കാനുള്ള നിന്റെ ആവേശം കാണുമ്പോൾ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. സഹാബികളുടെ ജീവിത കഥകളിൽ നിന്ന് നിനക്ക് ധാരാളം പഠിക്കാൻ കഴിയും. നിന്റെ ജീവിതത്തെ നേർവഴിക്ക് നയിക്കാൻ അത് സഹായിക്കും. അത് ശരിയാണെങ്കിൽ ഇന്ന് ആരുടെ കഥയാണ് അങ്കിൾ പറയാൻ പോകുന്നത്? ഇൻഷാ അല്ലാഹ്, ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് സയ്യിദ് ബിൻ ആമിർ അൽ ജുമാഹി റളിയല്ലാഹു അൻഹുവിനെ കുറിച്ചാണ്. സയ്യിദ് ബിൻ ആമിർ അൽ ജുമാഹി റളിയല്ലാഹു അൻഹു പ്രവാചകൻ മുഹമ്മദ് നബി മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനുയായികളിൽ ഒരാളായിരുന്നു സയ്യിദ് ബിൻ ആമിർ അൽ ജുമാഹി റളിയല്ലാഹു അൻഹു. അദ്ദേഹം ജനിച്ചത് ഒരു മുസ്ലിം ആയിട്ടല്ലായിരുന്നു. ഹുബൈബ് ബിൻ ആമിർ റളിയല്ലാഹു അൻഹുവിന്റെ മരണത്തിന് സാക്ഷ്യം വഹിക്കുവാൻ തരീം എന്ന പ്രദേശത്തുള്ള തന്റെ വീട് വിട്ട് നൂറുകണക്കിന് ആളുകളോടൊപ്പം അദ്ദേഹവും യാത്രയായി. ആദ്യകാലങ്ങളിൽ തന്നെ ഇസ്ലാം മതം സ്വീകരിച്ചവരിൽ പെട്ടതായിരുന്നു ഹുബൈബ് ബിൻ ആദി റളിയല്ലാഹു അൻഹു. അദ്ദേഹത്തെ ശത്രുക്കൾ കീഴ്പ്പെടുത്തിയിരുന്നു. മക്കയിലെ എല്ലാ ജനങ്ങളുടെയും സാന്നിധ്യത്തിൽ വെച്ച് ഈ മഹനീയ വ്യക്തിത്വത്തിന്റെ ജീവിതം എടുക്കാൻ ശത്രുക്കൾ തീരുമാനിച്ചു. അങ്ങനെ ചെയ്യുന്നത് മറ്റുള്ളവർക്ക് കൂടി ഒരു പാഠമാകാൻ വേണ്ടിയായിരുന്നു. മാത്രമല്ല, പ്രവാചകനോടൊപ്പം ചേരാൻ ആഗ്രഹിക്കുന്നവർക്കുള്ള ഒരു മുന്നറിയിപ്പ് കൂടിയായിരുന്നു അത്. തങ്ങളുടെ പൂർവികരുടെ മതം ഉപേക്ഷിക്കപ്പെട്ടാൽ അവർക്ക് നേരിടേണ്ടി വരുന്ന ശിക്ഷയെക്കുറിച്ച് അവരെ ബോധ്യപ്പെടുത്തുന്നതിനാണ് ഇങ്ങനെ ചെയ്യുന്നത്. സയ്യിദ് ബിൻ ആമിർ അൽ ജുമാഹി റളിയല്ലാഹു അൻഹു ഈ ദാരുണ സംഭവത്തിന് സാക്ഷ്യം വഹിച്ചു. ഹുബൈബ് റളിയല്ലാഹു അൻഹുവിന്റെ ഉറച്ച വിശ്വാസവും നിർഭയമായ മനോഭാവവും അദ്ദേഹത്തെ വളരെയധികം ആകർഷിച്ചു. സ്വന്തം മരണത്തെ തൊട്ടു മുൻപിൽ കണ്ടിട്ടും അദ്ദേഹം തന്റെ വിശ്വാസത്തിൽ ഉറച്ചു നിന്നു. ഒട്ടും ഭയപ്പെടാതെ ഒരു പുഞ്ചിരിയോടെ അദ്ദേഹം മരണത്തെ നേരിട്ടു. അള്ളാഹുവിൽ നിന്നും ഹുബൈബ് റളിയല്ലാഹു അൻഹുവിന് ഒരു മഹത്തായ ശക്തി ലഭിച്ചിരിക്കുന്നു എന്ന് മനസ്സിലാക്കിയ നിമിഷം ജനങ്ങളെല്ലാം ഒന്നിച്ചുകൂടി. ഊർജ്ജസ്വലതയും യുവത്വവും ബുദ്ധിശക്തിയുമുള്ള സയ്യിദ് റളിയല്ലാഹു അൻഹുവിൽ ആ വലിയ സംഭവം ചലനങ്ങൾ ഉണ്ടാക്കി. ഹുബൈബ് റളിയല്ലാഹു അൻഹുവിന്റെ മരണവും അദ്ദേഹത്തിന്റെ വീരോചിതമായ ചെറുത്തുനിൽപ്പും സയ്യിദ് റളിയല്ലാഹു അൻഹുവിനെ ഇസ്ലാമിലേക്ക് അതിന്റെ പഠനത്തിലേക്കും ആകർഷിച്ചു. ഇസ്ലാം സ്വീകരിച്ച ശേഷം സയ്യിദ് ബിൻ ആമിർ റളിയല്ലാഹു അൻഹു മദീനയിലേക്ക് കുടിയേറുകയും പ്രവാചകനുമായി കൂടുതൽ അടുക്കുകയും ചെയ്തു. വിശുദ്ധ ഖുർആൻ പഠിക്കുന്നതിൽ അദ്ദേഹം വലിയ താല്പര്യം കാണിക്കുകയും പ്രവാചകന്റെ നിർദ്ദേശപ്രകാരം ജീവിക്കുകയും ചെയ്തിരുന്നു. ഉമർ റളിയല്ലാഹു അൻഹു ഖലീഫയായിരുന്ന കാലത്ത് സിറിയയിലെ ഹൂമിന്റെ ഗവർണറായിരുന്നു സയ്യിദ് ബിൻ ആമിർ റളിയല്ലാഹു അൻഹു. ഉമർ റളിയല്ലാഹു അൻഹു ആയിരുന്നു അദ്ദേഹത്തെ ഗവർണറായി നിയമിച്ചത്. ഒരിക്കൽ ഉമർ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തോട് പറഞ്ഞു, ഞാൻ നിന്നെ ഹൂമിന്റെ ഗവർണറായി നിയമിച്ചിരിക്കുന്നു. അപ്പോൾ സയ്യിദ് ആമിർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഞാൻ അള്ളാഹുവിന്റെ നാമത്തിൽ അങ്ങയോട് അപേക്ഷിക്കുകയാണ്. ഇഹലോക ജീവിതത്തിൽ എന്നെ വഴിമാറി ചിന്തിക്കാൻ അത് കാരണമാകും. ഉമർ ബിൻ അൽ ഖത്താബ് റളിയല്ലാഹു അൻഹു വളരെ രോഷാകുലനായിക്കൊണ്ട് പറഞ്ഞു, നിങ്ങൾ ജനങ്ങൾ എന്നെ ഖലീഫയുടെ ഉത്തരവാദിത്വം ഏൽപ്പിച്ചു. ഇപ്പോൾ ഈ വലിയ ഉത്തരവാദിത്വത്തിൽ താങ്കൾ എന്നെ ഒറ്റപ്പെടുത്തുകയാണോ? അദ്ദേഹം വളരെ പെട്ടെന്ന് തന്നെ ഒരു മറുപടി പറഞ്ഞു, അള്ളാഹു ആണ്, ഞാൻ ഒരിക്കലും താങ്കളെ കൈവിടുകയില്ല. ഇങ്ങനെയാണ് സയ്യിദ് ബിൻ ആമിർ റളിയല്ലാഹു അൻഹു ഹൂമിന്റെ ഗവർണറായത്. ഉമർ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തോട് ശമ്പളത്തെ കുറിച്ച് ചോദിച്ചു. ശമ്പളമായി ഞാൻ താങ്കൾക്ക് എന്താണ് തരേണ്ടത്? ആ ചോദ്യത്തിൽ അദ്ദേഹം വളരെ അസ്വസ്ഥനായിരുന്നു. തന്റെ ജീവിതം ഇഹ്ലോക വിഷയങ്ങളുമായി ബന്ധപ്പെടുത്താൻ അദ്ദേഹം ആഗ്രഹിച്ചിരുന്നില്ല. അതിനാൽ അദ്ദേഹം ഉമർ റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു, വിശ്വസ്തനായ സേനാനായക, ആ ശമ്പളം കൊണ്ട് ഞാൻ എന്തു ചെയ്യാനാണ്? എന്റെ ആഗ്രഹങ്ങൾ നിറവേറ്റാനുള്ള എന്താണ് അങ്ങ് ഖജനാവിൽ നിന്ന് തരാൻ പോകുന്നത്? അദ്ദേഹം ചോദിച്ചു. അദ്ദേഹത്തിന്റെ മറുപടിയിൽ ഖലീഫക്ക് വലിയ സന്തോഷമായി. സയ്യിദ് റളിയല്ലാഹു അൻഹു വളരെ താഴ്മയോടെ ജീവിതം നയിച്ചിരുന്ന ഒരാളായിരുന്നു. ജനങ്ങൾ കരുതിയതുപോലെ അദ്ദേഹം ഒരു സാധാരണ ഗവർണർ ആയിരുന്നില്ല. ഹോംസ് ഒരു വലിയ നഗരമായിരുന്നു, കൂടാതെ ഒരു പ്രധാന വ്യാപാര കേന്ദ്രവും.
ഒരിക്കൽ ഉമർ റളിയല്ലാഹു അൻഹു ഹോംസ് സന്ദർശിച്ചപ്പോൾ അവരുടെ ഗവർണർക്കെതിരെ എന്തെങ്കിലും പരാതി ഉണ്ടോ എന്ന് അവിടുത്തെ ജനങ്ങളോട് അന്വേഷിച്ചു. ജനങ്ങൾ ഗവർണറുടെ 4 പരാതികളെ കുറിച്ച് ഖലീഫയോട് പറയുകയും അത് അദ്ദേഹത്തിന്റെ ശ്രദ്ധയിൽപ്പെടുത്താൻ ആവശ്യപ്പെടുകയും ചെയ്തു. ഉമർ റളിയല്ലാഹു അൻഹു ഓഫീസിലെത്തിയപ്പോൾ സെയ്ദ് ബിൻ ആമിർ റളിയല്ലാഹു അൻഹുവിനെ വിളിച്ചു വരുത്തി. തന്റെ സാന്നിധ്യത്തിൽ ഹോംസിന്റെ പ്രതിനിധികളോട് അവരുടെ പരാതികളെ കുറിച്ച് പറയാൻ ആവശ്യപ്പെട്ടു. ഒന്നാമത്തെ പരാതി, അദ്ദേഹം രാവിലെ വീട്ടിൽ നിന്നും ഇറങ്ങുന്നത് വളരെ വൈകിട്ടായിരുന്നു. അതിന് സെയ്ദ് റളിയല്ലാഹു അൻഹുവിന്റെ മറുപടി രാവിലെ നിസ്കാരത്തിന് ശേഷം കുറെ സമയം ഖുർആൻ പാരായണത്തിന് വേണ്ടി ചിലവഴിക്കും എന്നതാണ്. അതുകൊണ്ടായിരുന്നു വൈകിയത് എന്നായിരുന്നു അദ്ദേഹത്തിന്റെ മറുപടി. അത് കഴിഞ്ഞ് ജോലിക്കാരൊന്നും ഇല്ലാത്ത വീട്ടിൽ ഭാര്യയെ പാചകത്തിൽ മറ്റും ജോലികളിലും സഹായിക്കുമായിരുന്നു. അത് കേട്ടപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ മുഖം തിളങ്ങി. അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു, സർവസ്തുതിയും അല്ലാഹുവിനാകുന്നു. രണ്ടാമത്തെ പരാതി, അദ്ദേഹം രാത്രി സമയത്ത് ഒന്നിലും ശ്രദ്ധിക്കുന്നില്ല എന്നതായിരുന്നു. പകൽ സമയം ജനങ്ങൾക്കായി കരുതി വച്ചതുപോലെ രാത്രി സമയം അദ്ദേഹം പ്രാർത്ഥനയ്ക്കായി മാറ്റിവെച്ചത് കൊണ്ടാണ് എന്നായിരുന്നു അദ്ദേഹത്തിന്റെ മറുപടി. ഖലീഫ അദ്ദേഹത്തിന്റെ മറുപടിയിൽ വീണ്ടും സംതൃപ്തനായിരുന്നു. മൂന്നാമത്തെ പരാതി, മാസത്തിൽ 2 ദിവസം അദ്ദേഹം വരാറില്ല എന്നതായിരുന്നു. ആ ദിവസങ്ങളിൽ അദ്ദേഹം വീടിന് പുറത്തിറങ്ങാറില്ല എന്നതായിരുന്നു. സെയ്ദ് റളിയല്ലാഹു അൻഹുയുടെ വിശദീകരണം ഇതായിരുന്നു: അദ്ദേഹത്തിന് ആകെ 2 ജോഡി വസ്ത്രങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അത് കഴുകുന്നതിനും ഉണക്കി വീണ്ടും ധരിക്കുന്നതിനും വേണ്ടിയായിരുന്നു അദ്ദേഹം 2 ദിവസം വീടിന് പുറത്തിറങ്ങാതിരുന്നത്. ഇത് കേട്ടപ്പോൾ ഖലീഫയുടെ മുഖം വീണ്ടും തിളങ്ങി. അദ്ദേഹം ഇടയ്ക്കിടയ്ക്ക് അബോധാവസ്ഥയിലാകുമെന്നതായിരുന്നു നാലാമത്തെ പരാതി. അതിന് അദ്ദേഹത്തിന്റെ മറുപടി, ഖുബൈദ് അൽ അൻസാരിയുടെ രക്തസാക്ഷിത്വത്തിന് മക്കയിൽ അദ്ദേഹത്തിന് സാക്ഷിയാകേണ്ടി വന്നിട്ടുണ്ട്. എന്നാൽ അദ്ദേഹത്തിന് വേണ്ടി ഒന്നും ചെയ്യാൻ കഴിഞ്ഞിരുന്നില്ല. ഈ സംഭവം ഓർക്കുമ്പോൾ അദ്ദേഹം അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ശിക്ഷയെക്കുറിച്ച് ഭയപ്പെടും, അപ്പോൾ തളർന്നു പോകും. ഇത്രയും പറഞ്ഞുകൊണ്ട് അദ്ദേഹം ഖലീഫയുടെ വിധിക്കായി തല കുനിച്ചു നിന്നു. ഉമർ റളിയല്ലാഹു അൻഹുവിന് മറ്റൊന്നും പറയാനില്ലായിരുന്നു. അൽഹംദുലില്ലാഹ് എന്നൊഴികെ മറ്റൊന്നും അദ്ദേഹത്തിന് പറയാനില്ലായിരുന്നു. പിന്നീട് അദ്ദേഹം ജനങ്ങളോടായി പറഞ്ഞു, മറ്റ് ഗവർണർമാർ രാജാവിനെ പോലെയാണ് ജീവിക്കുന്നത്. തന്റെ ജനങ്ങൾ പട്ടിണി കിടക്കുമ്പോൾ അവർ വയറ് നിറച്ചു ഭക്ഷണം കഴിക്കുന്നു. ഒരു മുസൽമാൻ എങ്ങനെയാണ് ജീവിക്കേണ്ടതെന്ന് നിങ്ങളുടെ ഗവർണറുടെ ജീവിതത്തിൽ നിന്നും നിങ്ങൾ കണ്ടുപഠിക്കണമെന്ന് അവിടെ കൂടി നിന്ന ജനങ്ങളോട് അദ്ദേഹം ആവശ്യപ്പെട്ടു. സെയ്ദ് ബിൻ ആമിർ റളിയല്ലാഹു അൻഹുവിന്റെ ഭക്തി, സത്യസന്ധത, സമർപ്പണം എന്നിവ കൊണ്ട് അദ്ദേഹത്തെ ജനങ്ങൾ വളരെയധികം സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്തിരുന്നു. ചീകി ഒതുക്കാത്ത മുടിയായിരുന്നു അദ്ദേഹത്തിന്. കാഴ്ചയിൽ പാവപ്പെട്ട ഒരു മുസ്ലിമിൽ നിന്നും ഒട്ടും വ്യത്യസ്തനായിരുന്നില്ല അദ്ദേഹം. ഒരിക്കൽ ഹോംസിൽ നിന്ന് കുറച്ച് ഉദ്യോഗസ്ഥർ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനെ സന്ദർശിച്ചു. അവർ സത്യസന്ധരും ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ വിശ്വാസം നേടിയവരുമായിരുന്നു. അദ്ദേഹം അവരെ വളരെയധികം ബഹുമാനിച്ചിരുന്നു. സംഭാഷണത്തിനിടയിൽ ഉമർ റളിയല്ലാഹു അൻഹു അവരുടെ പ്രദേശത്തെ ഏറ്റവും പാവപ്പെട്ട ഒരാളുടെ പേരെഴുതാൻ അവരോട് ആവശ്യപ്പെട്ടു. അയാൾക്ക് വേണ്ട പണവും മറ്റു വസ്തുക്കളും അവരുടെ കയ്യിൽ തന്നയക്കാം എന്നു പറഞ്ഞു. അവർ എഴുതിക്കൊടുത്ത പേരുകൾ പരിശോധിക്കുമ്പോൾ അതിൽ ഗവർണറുടെ പേര് കണ്ട് ഉമർ റളിയല്ലാഹു അൻഹു ആശ്ചര്യപ്പെട്ടു. ഇതിനെക്കുറിച്ച് അദ്ദേഹം അവരോട് ചോദിച്ചപ്പോൾ ഉദ്യോഗസ്ഥർ പറഞ്ഞ മറുപടി, ചില ദിവസങ്ങളിൽ അദ്ദേഹത്തിന്റെ വീട്ടിൽ തീ പുകയാറ് പോലുമില്ല എന്നതായിരുന്നു. ഇത് കേട്ട ഖലീഫ വിഷമം കൊണ്ട് കരയാൻ തുടങ്ങി. അദ്ദേഹം 1000 ദിനാർ ഒരു കിഴിയിലാക്കി ഉദ്യോഗസ്ഥന്മാരെ ഏൽപ്പിച്ചുകൊണ്ട് പറഞ്ഞു, ഈ പണം അദ്ദേഹത്തിന് നൽകി അദ്ദേഹത്തിന്റെ ആവശ്യങ്ങൾ നിറവേറ്റി കൊടുക്കുക. സെയ്ദ് അൽ ജുമാഹിർ റളിയല്ലാഹു അൻഹുവിനോട് എന്റെ സലാം പറയുക. അദ്ദേഹത്തിന്റെ ആവശ്യങ്ങൾ നിറവേറ്റാൻ ഈ പണം തന്നയച്ചു എന്നും പറയുക. ഉദ്യോഗസ്ഥർ അത് സമ്മതിക്കുകയും അവർ സെയ്ദ് റളിയല്ലാഹു അൻഹുവിന്റെ വീട്ടിലേക്ക് പോവുകയും ചെയ്തു.
അവർ ആ കിഴി സയ്യിദ് റളിയല്ലാഹു അൻഹുവിനെ ഏൽപ്പിച്ചു. അദ്ദേഹം അത് തുറന്നു നോക്കിയപ്പോൾ അത് നിറയെ പണമായിരുന്നു. ആദ്യം അദ്ദേഹം ആ സമ്മാനം നിരസിച്ചു. പക്ഷേ ഉദ്യോഗസ്ഥർ ഒരു വിധത്തിൽ അത് അദ്ദേഹത്തെ തന്നെ ഏൽപ്പിച്ചു. ആ പണം കണ്ടപ്പോൾ അദ്ദേഹത്തിന്റെ ഭാര്യ അദ്ദേഹത്തോട് പറഞ്ഞു, ഈ പണം കൊണ്ട് നമുക്ക് വീട്ടു സാധനങ്ങൾ വാങ്ങിക്കണം, ഒരു ജോലിക്കാരിയെ കൂലിക്കെടുക്കുകയും ചെയ്യാം. അതിനേക്കാൾ മികച്ച ഒരു കാര്യം ഞാൻ ചെയ്യട്ടെ. അദ്ദേഹം പറഞ്ഞു. എന്താണത്? അവർ ചോദിച്ചു. ഉടനെ തന്നെ അദ്ദേഹം ആ പണം പല ഭാഗങ്ങളായി വിഭജിച്ചു. എന്നിട്ട് ആ പണം വിധവകളും അനാഥരും പാവപ്പെട്ടവരുമുള്ള കുടുംബങ്ങളിലേക്ക് എത്തിച്ചു. അദ്ദേഹം ഒരു മഹാമനസ്കനും അള്ളാഹുവിന്റെ റസൂലിന്റെ ഏറ്റവും അടുത്ത ആളുമായിരുന്നു. അദ്ദേഹം പ്രവാചകന്റെ വാക്കുകൾക്കനുസരിച്ച് വളരെ സത്യസന്ധമായി ജീവിച്ചിരുന്ന ഒരാളായിരുന്നു. അത് ശരിയാണ്. അദ്ദേഹത്തിന് ഒരു സമ്പന്നനായി ജീവിക്കാമായിരുന്നു. എന്നാൽ തന്റെ സമ്പത്ത് കൈകാര്യം ചെയ്ത രീതി കേട്ടപ്പോൾ അതിശയം തോന്നി. എന്നിരുന്നാലും അദ്ദേഹം ബുദ്ധിമാനായിരുന്നു. കാരണം തനിക്കുള്ള സമ്പത്ത് സ്വർഗത്തിൽ നിന്നും ലഭിക്കുമെന്ന് അദ്ദേഹത്തിന് അറിയാമായിരുന്നു. ഇന്നത്തേക്ക് ഇത് മതി. ഇൻഷാ അല്ലാഹ് നാളെ മറ്റൊരു സഹാബിയുടെ കഥ പറയാം.